ഇന്ന് ഞാൻ തകർക്കും. മോട്ടിക്കാൻ കയറുവാണ്, ഇങ്ങനത്തെ വീട്ടിൽ വേണം കയറാൻ. ഫ്രണ്ട് വാതിലൊക്കെ തുറന്ന് മലർത്തിയങ്ങ് ഇട്ടേക്കല്ലേ. കള്ളന്മാരെ, ഇതേപോലുള്ള വീട്ടുകാരോട് കള്ളന്മാരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടെ കാര്യമില്ല. ഇന്ന് ഞാൻ മോട്ടിച്ച് മരിക്കും. എവിടെ പണപ്പെട്ടി എവിടെ? സുമേഷ് തോന്നിയതായിരിക്കും. പണപ്പെട്ടി എവിടെ? സുമേഷ് ആരാ? ആരാ? അയ്യോ ക്ഷമിക്കണം, ഞാൻ വീട് മാറിപ്പോയതാ. കേബിൾ ടിവിയുടെ പണിക്കാരനാണ്. എന്നാ വാ, ഇവിടെ ഒരു കേബിൾ ഉണ്ട്, വാ. ഞാൻ അഡ്രസ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇവിടെ ആരുമില്ല. നീയാ സുമേഷ്? ആരാടാ നീ? എന്താ ഇവിടെ? എടാ ഞാൻ 2-3 സെറ്റ് ഇവിടെ ആരുമില്ലെന്ന് അറിഞ്ഞു തന്നെ വന്നാ. ഇവിടെ 2 കള്ളന്മാർ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത്. നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു നമുക്ക് ഒരുമിച്ച് ജോയിന്റ് അടിച്ച് പോകാന്ന് പറഞ്ഞു. ഇല്ല വേണ്ട, നിന്റെ കൂടെ ശരിയാവില്ല. ഇവിടെ ആരും ഇല്ല. ഇവിടെ ആരും ഇല്ലേ? അപ്പൊ കോൾ അടിച്ച് കാണുമല്ലോ. എന്നെക്കാളും മുമ്പേ വന്നിട്ട് നീ ഒരുപാട് തൂത്തുവാരി കാണുമല്ലോ. ഒന്നുമില്ലടാ, അതാണ് രസം. ഒന്നുമില്ലേ? ഇല്ലെന്ന്. നീ അരിപ്പാട്ടക്കകത്ത് നോക്കിയായിരുന്നു? അരിപ്പാട്ട ഒരു നാഴി അരി പോലും അവിടെ ഇല്ല. ഒന്നുമില്ല? ഇല്ലെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ അടുക്കളയിലോട്ട് വാ. നമുക്ക് വല്ല കിണ്ടിയോ മൊന്തയോ വല്ലോ ഉണ്ടെങ്കിൽ ഓട്ടർ പാത്രമായാലും മതിയല്ലോ. ഇത് കണ്ടടാ, ഇത് എന്താണ്? ഒരു ഡോക്ടറുടെ വീടാണെന്ന് ഓർക്കണം. ഇത് ഡോക്ടറുടെ വീട്? അവർ തുറന്ന് മലത്തിട്ട് പോകും. ഇത് കണ്ടോ, ഡോക്ടർ ജംബു, MBBS, MD, HD, 4K. അച്ഛാ 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 സ്റ്റെതസ്കോപ്പാണോ നിന്റെ അച്ഛൻ? അല്ല, എന്റെ അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതാ എന്നെ കുറിച്ച്. എന്ത് സ്വപ്നം? എന്നെ പഠിപ്പിച്ച ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹം. ആയില്ലേ? നീ ഡോക്ടറായില്ലേ? ഞാൻ വളർന്നു തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ അച്ഛൻ മരിച്ചു പോയടാ. എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയടാ. ആ അച്ഛനെ അന്ന് ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ ആ അച്ഛൻ ഇന്നും ജീവിച്ചിരുന്നേ. അതാണ് നീ ചെയ്യേണ്ടത്. അയ്യോ അച്ഛാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത്? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താന്നൂടാ? എന്റെ അച്ഛന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടട്ടെ. നീ എന്റെ അച്ഛന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണം. നീ വയസ്സാകാലത്തിന്റെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നീ ഒന്ന് പൊക്കടാ പ്ലീസ്. അങ്ങനെ പറയരുത്. എന്താന്ന്? നീ എന്നെ ഒരു ഡോക്ടർ ആക്കണം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് എനിക്ക്. അതിന് ഫീസ് കൊടുക്കാൻ രക്ഷയില്ലാണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇവിടെ ഇറങ്ങിയത്. അപ്പൊ നിന്റെ കൊച്ചിനും നിന്നെ ഞാൻ ഡോക്ടർ ആക്കണമെന്നാ. എന്നെ ഡോക്ടർ ആക്കുന്ന കാര്യമല്ല, എന്റെ അച്ഛന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടിട്ടാ. നീ എങ്ങനെങ്കിലും എന്നെ ഒന്ന് സഹായിക്കേ. ഞാൻ എന്ത് വേണം അളിയും പറ. ഇപ്പൊ എല്ലാ സെറ്റപ്പും സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഡോക്ടറായിട്ടിരിക്കുമ്പോ നീ ഒന്ന് രോഗിയായിട്ട് ഒന്ന് സഹായിക്കണം. എന്റെ അച്ഛന്റെ ആത്മാവിന്റെ ശാന്തി കിട്ടാൻ വേണ്ടിയാ. എന്നെ ഒരു ഡോക്ടറായി കാണണമെന്ന് അച്ഛന് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഞാനിത് പറയുന്നത്. പ്ലീസ് പിടിക്കാം. നിനക്ക് നാണാവില്ല ഡോക്ടറുടെ ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ ഇരിക്കാനായിട്ട്. ഞാനും എന്റെ അച്ഛന്റെ ആത്മാവിന് വേണ്ടിയാടാ കാല് പിടിക്കാൻ. നീ ഒന്ന് സഹായിക്കണം. ഒന്ന് ഇപ്പൊ ഞാൻ രോഗിയായിട്ട് പുറത്തുനിന്ന് വന്നം, നീ ഡോക്ടറായിട്ട് ഇരിക്കും. നിന്റെ ഒരു ആഗ്രഹം എന്റെ ഒരു ആഗ്രഹം. ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യൂല്ലോ. അതില് എന്താണ് പ്രശ്നം? എടാ താങ്ക് യുടാ. യെസ് കം ഇൻ ഡോക്ടർ. ഇവിടെ ഭയങ്കര വയറുവേദന. ഇരിക്ക്. എന്ത് പറ്റി? വയറുവേദന. ഇന്നലെ എന്താ കഴിച്ചത്? ഇന്നലെ ദോശ. അല്ല എനിക്ക് നീ ഡോക്ടറെ കുറച്ച് സീരിയസ് ആണോ? ശരി, സീരിയസ് ആകും. വയറ്റുവേദന അല്ലേ? ഏത് ഭാഗത്തായിട്ടാണ്? നീ കാണിക്കണം. ടെലസ്കോപ്പ് നീ എന്റെ വയറ്റ് വെച്ച് നീ വലിച്ചു പിടിയാണോ? പിന്നെ ഡോക്ടർമാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? എന്ത്? ഇത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ശ്വാസം വലിച്ചു വിടണം. നീയല്ല വലിക്കണ്ടത്, ഞാൻ എന്നോട് പറയണ വലിക്കാൻ. മിഴുക്കത്തിയാന്ന് പറഞ്ഞ് നോക്കിക്കാതെ അറിയാമെങ്കിൽ അങ്ങ് വലിച്ചു വിട്ടാ പോരെ. ഒന്നും അറിഞ്ഞൂടെ നീ എന്തിനാ തന്നെ പിടിച്ചിരിക്കും? എന്റെ അച്ഛന്റെ ആത്മാവിന് കൊടുക്കത്തില്ല. വലിച്ചുവിടാ. നീ ഇപ്പൊ എന്നെ കൂടെ വലിച്ചു കയറ്റുമല്ലോടാ. അതൊക്കെ വലിച്ചാ മതി. മതിടാ. ഓക്കെ, ഓവറാണെന്ന്. ഇത്രയൊക്കെ പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ കേസ്. അത് ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ എന്തോ പ്രശ്നമാണ്. കഴിഞ്ഞോ? ഇത് 3 നേരം കഴിച്ചാ മതി. നടക്കും. പിന്നെ നീ എന്നെ ഗുളിക കഴിക്കാതിരിക്കല്ലേ രമേശ്? നീ കുറച്ച് സീരിയസ് ആഗ്രഹം.
നിന്റെ ആഗ്രഹം കഴിഞ്ഞോ? 3 നേരം അത് കഴിക്കണം. ഓക്കെ അല്ല? ഫീസിനാണോ ഇനി? പിന്നെ ഞാനെന്താണ് ജനസേവനത്തിന് ഇരിക്കണോ? നിന്റെ അച്ഛൻ ശാന്തിക്ക് വേണ്ടിട്ട് ഒരു 150 രൂപ അങ്ങ് തരും. 150 രൂപ പള്ളിക്ക് പറഞ്ഞാൽ മതി. ഒരു ഡോക്ടറിന് ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ 300 രൂപ 500 രൂപ വരെ ഉണ്ട്. 500 രൂപ വെച്ചിട്ട് പോയാൽ മതി. ഇതെന്തൊരാഗ്രഹമാണ് ഇത് സർക്കാർ ആശുപത്രി അല്ലേ ഇത്? 500 രൂപ അങ്ങ് തന്നിട്ടുണ്ട്. പോയിച്ച് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ കാശ് ഇങ്ങ തന്നെ. എന്തിന്? നിന്റെ ആ കളി അച്ഛന്റെ ആഗ്രഹവും മതിയല്ല. അപ്പൊ ഗുളിക കഴിക്കണം കേട്ടാ. കഴിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് വന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാൻ പൊക്കോട്ടെ ഡോക്ടർ. ശരി 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 മതിയാടാ. ഇങ്ങനെ മതിയാ? ഞാനാണോ? നിന്നെ അല്ല, ഞാൻ ചുമ്മാതെ പറഞ്ഞത്. ഇത് ഒരു രോഗിയെ പരിശോധിച്ച് കഴിഞ്ഞ് പോകുമ്പം ഡോക്ടർമാർ പറയത്തില്ല നെക്സ്റ്റ് കമ്മിങ്, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് കമ്മിങ്. ഇത് രസമുണ്ട് കേട്ടോ. അയ്യോ ഡോക്ടറെ, ഡോക്ടറെ അയ്യോ ഡോക്ടറെ, അതെ ശല്യവാ, ഭയങ്കര ശല്യവാ. ആര്? ബസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല, ശല്യവാ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ ശല്യവാ. ഇതൊന്നും വേണ്ട, വീട്ടില് ചുമ്മാ കിടന്നിറങ്ങാന്ന് വിചാരിച്ചാലും ഈ ശല്യവാ. അല്ല, നിങ്ങളെ ആരാണ് ഈ ശല്യപ്പെടുത്തുന്നത്? സുമ. സുമയോ? ഏത് സുമ? സുമ സുമ. ഏത് സുമയാന്ന്? ആ സുമയല്ല, പിന്നെ ചുമ ചുമ. ഓ ചുമ. ചുമയാണ്. ഒന്ന് പഠിച്ചു നോക്കി. അയ്യോ, എത്ര ദിവസം കൊണ്ട് ഇത്? കൊറേ നാളായി തുടങ്ങിയിട്ട്. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരു മാറ്റവും ഇല്ല. ശ്രീധരമേനോൻ, കമ്പൗണ്ടർ ശ്രീധരമേനോൻ, കമ്പൗണ്ടർ ശ്രീധരമേനോൻ. നിന്നെയാടാ? എന്നെ? പിന്നെ ഞാൻ ശ്രീധരമേനോനാണോ? കമ്പൗണ്ടർ ശ്രീധരമേനോൻ. നീ ഇപ്പൊ കമ്പൗണ്ടർ ശ്രീധരമേനോനാണ്. നോക്കട്ടെ. അയ്യോ ഡോക്ടറെ മരുന്നായോ? അയ്യോ ആവശ്യമുള്ള വയ്യാതൊക്കെ. തണുത്ത വെള്ളത്തിൽ കുളിച്ചായിരുന്നോ? ആ, അതാണ് ഈ അസലൊന്നും കയറി. അയ്യോ ദേവാട്ടെ ഡോക്ടറെ. ശ്രീധരമേനോൻ, ശ്രീധരമേനോൻ. ആ ഗുളിക 5 ml എവിടെ ഇരിക്കുന്നു? അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എടുക്കുക ഒരു തന്നെയൊക്കെ കമ്പൗണ്ടറാക്കി വെച്ച എന്നാ വേണം തല്ലാൻ? വഴക്ക് പറയണ്ട ഡോക്ടറെ. ഇല്ല, അത് ഉത്തരവാദിത്വം ഇല്ലെന്നേ. ഒരു 3 എടുത്തേരെ. 3 ദിവസം കഴിച്ചിട്ട് 3 ദിവസം അത് കഴിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഇപ്പൊ കഴിക്കാവോ? ഇപ്പൊ കഴിക്കണ്ട, വീട്ടിൽ പോയി കഴിച്ചാൽ മതി. അല്ല കഴിച്ചേക്കാം ഡോക്ടറെ. അല്ല ഇവിടെ വെച്ച് കഴിക്കണ്ട. അല്ല വലിയ ചോമയാ. ഇവിടെ വെച്ച് കഴിക്കണ്ട. കഴിച്ചേക്കാം. കഴിക്കരുത്. ഇല്ല കഴിക്കും. അല്ല, അതിനിവിടെ വെള്ളമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, വെള്ളമൊന്നും വേണ്ട. ഓക്കേ. അല്ല, വീട്ടിൽ പോയി കഴിച്ചാൽ മതിയായിരുന്നു. പതുക്കെ കഴിച്ചാൽ മതിയായിരുന്നു. എടുത്ത് കൊടുത്തു. അയ്യോ, കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരും. നീ നോക്കിക്കോ ഡോക്ടറെ. എന്തോ ചുമ പോയി കേട്ടോ. പൂർണ്ണമായിട്ട് അങ്ങ് മാറി. പിന്നെ നല്ല സുഖം, ശ്വാസം വിട്ടിട്ട് ഒരു കുഴപ്പമില്ല. ഡോക്ടറെ ഒറ്റ മരുന്ന് എന്നാ കൈപ്പുണ്യത്. എന്തോരം ഡോക്ടറെ കണ്ണ് മാറി കണ്ടിട്ട് ഇത് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു. ഡോക്ടറുടെ ഗുളിക എന്റെ ദൈവമേ, ദൈവമാണ് ദൈവം. ഇത് 3 ദിവസം കഴിച്ചിട്ട് വന്ന് വിവരം പറയണം. കഴിക്കാം കേട്ടോ. പിടിച്ചോ ഡോക്ടറെ. 1000 രൂപയുണ്ട്. എത്ര ഫീസൊന്നും ചോദിക്കുന്നില്ല. 1000 രൂപ കൈപ്പുണ്യത്തിനുള്ള. അതെ, എനിക്ക് ഞാൻ ഗുളിക കുറിച്ചു എന്നേ ഉള്ളൂ. എന്റെ കൈപ്പുണ്യമൊക്കെ ഉണ്ട്. പക്ഷേ മരുന്ന് എടുത്തു തന്നത് ശ്രീധരമേനോനാണ്. 1000 രൂപ അവിടെയും കൊടുക്കണം. കാശുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചുമ മാറിയല്ലോ, കാശി വിട്ട് ചെലവാക്കിയതാ. അപ്പൊ ശരി. അപ്പൊ ഓക്കെ, സൂക്ഷിച്ചു പോണം കേട്ടോ. എന്റെ അമ്മോ, എന്തൊരാശ്വാസം. ഇത് കൊള്ളാലയുടെ സംഗതി. നമ്മൾ ഈ വീട് മൊത്തം അരിച്ചു പെറുക്കിട്ട് 1000 രൂപ കാശ് നമുക്ക് കിട്ടിയ 2000 രൂപ കിട്ടിയതുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ചില സമയത്ത് നമ്മളെ ഭാഗ്യങ്ങൾ നമ്മൾ അറിയാതെ തേടി വരുന്നത്. ഏതായാലും ഇത് ഭയങ്കര ഭാഗ്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതേപോലെ ഒരു ചെറിയ ഷെഡ് കെട്ടി ഒരു ക്ലിനിക് അങ്ങ് തട്ടിക്കൂട്ടിയാലോ?
ഉള്ളത് മേടിച്ചോണ്ട് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ ഇനിയും പറയത്തില്ല. ദേവൻ എടുത്തു. അയ്യോ സോറി. അല്ല ഡോക്ടർ ജംബു. അതെ ഡോക്ടർ ജംബു ആണ്. ഇരിക്കും. ഇരിക്കൂ. എന്താ വന്നത്? അല്ല ഡോക്ടർ, ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ ഓർക്കുന്നു. ഒരുപാട് പേര് എല്ലാ ദിവസവും ഡോക്ടറെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി വരും. അത്രയ്ക്ക് പ്രശസ്തനാണല്ലോ. അതല്ല ഡോക്ടർ, അന്ന് വന്നപ്പോ ഉണ്ടായിരുന്ന പോലെയല്ല ഈ ഫേസ്. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. എനിക്ക് നല്ല മാറ്റമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച റഷ്യ വരെ ഒന്ന് പോയിരുന്നു ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് വേണ്ടി. അവിടെ ചെന്ന് പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് ഒരുപാട് അധികം വന്നപ്പോ ഞാൻ എന്നെ തന്നെ അങ്ങ് ചെയ്തു. അങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പൊ എല്ലാരും പറയുന്നു. ആണല്ലേ? ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ്? ഇപ്പോ കൈക്ക് നല്ല തരിപ്പ്. കൈക്ക് നല്ല തരിപ്പ്. കൈക്ക് നല്ല തരിപ്പുണ്ട്, അത് സൂക്ഷിക്കേണ്ടതാണ്. അല്ല ഒരു മിനിറ്റ് ഡോക്ടറെ, എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. പുള്ളിയെ കൂടെ ഒന്ന് വിളിച്ചോട്ടെ? ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുക പുള്ളി. ഓ ശരി ശരി ശരി. അനന്താ വിളിച്ചോളൂ. ചേട്ടാ. ഹസ്ബൻഡിന് എന്ത് ചെയ്യുന്ന ജോലിയല്ലോ ഉണ്ടാ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ശരി. നമസ്കാരം. ഹസ്ബൻഡ് ആണല്ലേ? ഡോക്ടർ ജംബു. അതെ ജംബു ആണ്. MBBS. അതെ. MD HD 4K. ഞാൻ കമ്പൗണ്ടറാണ്, രാഘവ മേനോൻ. മാധവ മേനോൻ തെറ്റിക്കുന്നു. ഇപ്പൊ എന്താ വന്നതിന്റെ കാര്യം എന്താണ്? ഞാൻ വന്നതേ എന്താന്നറിയത്തില്ല, കൈക്ക് നല്ല തരിപ്പ്. എല്ലാവർക്കും അല്ലേ? ഒരു വീട്ടിൽ രണ്ടുപേർക്കും ഭാര്യ ഭർത്താവിനും കൈക്ക് തരിപ്പ് അല്ലേ? ഭാര്യയും ഭർത്താവാണല്ലോ, അതുകൊണ്ട് അങ്ങനെ വന്നത്. സംഭവം ഇത് ആർക്കാണ് ആദ്യം വന്നത്? എനിക്കാണ്. അത് പകർച്ചവ്യാധിയാണ്. ഇത് കരപ്പൻ, ഈ തരിപ്പ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു ഇതാണ്, ഫംഗസ് പകരും. സൂക്ഷിച്ചില്ല പകർന്നു കളയും. പേടിക്കാനൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ സിട്രിമോണിൻ ട്രിപ്റ്റമിൻ 2 എണ്ണം വെച്ചം കഴിച്ചാൽ മതി. വേറൊന്നും അറിയില്ലല്ലോ. അതല്ലേ? അത് ഗുളിയല്ല, ഇത് ഓയിൽമെന്റ് ആണ്. ഓയിൽമെന്റ് വേണം. ഓയിൽമെന്റ് ആണ്. ഓക്കെ. അത് കൊടുത്ത് ഈ ഓയിൽമെന്റ്, ഞാൻ തരുന്ന ഓയിൽമെന്റ് നന്നായിട്ട് ഈ കൈയുടെ ഭാഗത്തായിട്ട് തേച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി. അപ്പൊ തരിപ്പങ്ങ് മാറും. എവിടെ? ഇത് ഒരു ലിക്വിഡാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ തേച്ചാൽ മതി കേട്ടോ. രണ്ടുപേരും ശരിക്കും അങ്ങ് തേച്ചോളൂ. ചൂടോ കിഴിയോ ആവിയോ ഒന്നും കൊടുക്കണ്ട. നന്നായിട്ട് 500 1000 രൂപ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇത് നിങ്ങളും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ചോ. അല്ലേ? അതല്ലേ നല്ലത്? ഞങ്ങൾ എന്തിനാണ് തേച്ച് പിടിപ്പിക്കുന്നത്? ഞാൻ ഡോക്ടർ, ഇവ കമ്പൗണ്ടർ. ഞങ്ങൾ രോഗികളല്ലല്ലോ. രോഗികളാവുമല്ലോ. എങ്ങനെയെന്ന് ഈ ഇരിക്കുന്ന ആരാന്ന് അറിയാമോ? ഡോക്ടർ ജംബു ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ സുമ. ആരാ പറഞ്ഞ നീ? ഞാൻ പിന്നെ സുമേഷ്, കേബിളിന്റെ പടിക്ക് വന്നാണ്. MD HD ആരാണ് പറഞ്ഞേ? 4K ഡിജിറ്റൽ. അല്ല ഇയാൾ ആരാണാവോ? അല്ല ഞാൻ ഒന്നുമില്ല, ഇത് വെറുതെ. ഇങ്ങോട്ട് ഇറങ്ങി. അല്ല സാറേ, അബദ്ധം ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ സാറേ. അച്ഛന് ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ചേട്ടാ. അയ്യോ, എന്റെ കൈന്റെ തരിപ്പ് മാറി ചേട്ടാ. അതെ. ഹലോ, അപ്പൊ എങ്ങനാ, പോലീസുകാരെ ഇങ്ങോട്ട് വരുത്തണോ അതോ നിങ്ങൾ സ്റ്റേഷനിലോട്ട് പോവോ? 2 മിനിറ്റ്. അതിനാ 2 മിനിറ്റ്. എന്റെ ഈ തരിപ്പൊന്ന് മാറട്ടാവേ.